നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്ക, ഇറാൻ, ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലേക്ക് ലൂസേൺ ഉച്ചകോടിക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. സ്വിസ് പർവ്വതനിരയായ ബർഗൻസ്റ്റോക്കിൽ നടക്കുന്ന ചർച്ചകൾക്കിടെ ഇറാന്റെ പ്രതിനിധി സംഘത്തിന്റെ സംയമനത്തെയും സമാധാന ശ്രമങ്ങളെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രശംസിച്ചു. മേഖലയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ ഇറാൻ നേതൃത്വം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഷെരീഫ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതേ നിലപാടിലാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് ഒരു സമാധാനകാംക്ഷിയാണെന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു സംശയവുമില്ലെന്നും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധസമയത്ത് അദ്ദേഹം അത് തെളിയിച്ചതാണെന്നും ഷെരീഫ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം മെയ് 10 ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം താൻ അവസാനിപ്പിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പലതവണ അവകാശപ്പെട്ടിരുന്നു. വാഷിംഗ്ടന്റെ മധ്യസ്ഥതയിൽ നടന്ന നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും പൂർണ്ണവും ഉടനടിയുള്ളതുമായ വെടിനിർത്തലിന് സമ്മതിച്ചതായാണ് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചിരുന്നത്. അമേരിക്കയുമായുള്ള പുതുക്കിയ സൗഹൃദത്തിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കിയ ഷെരീഫ്, ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത ഏകോപനത്തിലേക്കും സഹകരണത്തിലേക്കും വളരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ചർച്ചകളിൽ അമേരിക്കയും ഇറാനുമാണ് പ്രധാന കക്ഷികളെങ്കിലും പാകിസ്ഥാനും ഖത്തറുമാണ് മധ്യസ്ഥരുടെ റോളിലുള്ളത്. കഴിഞ്ഞയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ പ്രധാന വ്യവസ്ഥ നടപ്പിലാക്കുന്നതിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ധാരണാപത്രത്തിൽ ഷെഹബാസ് ഷെരീഫ് ഒരു ഗ്യാരണ്ടറായി ഒപ്പുവെച്ചിട്ടുണ്ട്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്താനുള്ള രൂപരേഖയ്ക്ക് ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകിയതായി മധ്യസ്ഥ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉന്നതതല ചർച്ചകൾ സംഘടിപ്പിച്ചത്. ഇറാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക്, അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് പുറമെ മധ്യസ്ഥരായ ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും ലൂസേൺ തടാകക്കരയിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. വളരെ ക്രിയാത്മകവും അനുകൂലവുമായ അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നതെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. സാങ്കേതിക തലത്തിലുള്ള തുടർ ചർച്ചകൾക്കായി പ്രത്യേക സംവിധാനം രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ ഈ യോഗത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിലെ ബാക്കിയുള്ള ദിവസങ്ങളിലും ബർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ വെച്ച് എല്ലാ വിഷയങ്ങളിലും സാങ്കേതിക ചർച്ചകൾ തുടരും. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ആശയവിനിമയ ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് പുതിയ ആശയവിനിമയ സംവിധാനം രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ലെബനനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും ചേർന്ന് ലെബനനുമായി സഹകരിച്ച് ഒരു ഡി കോൺഫ്ലിക്റ്റ് സെൽ രൂപീകരിക്കാനും ധാരണയായി. ലെബനനിൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ സഹായത്തോടെയാകും ഈ സെൽ പ്രവർത്തിക്കുക. ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ ലെബനനിലെ അശാന്തിയുമായി ബന്ധപ്പെട്ട് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് ഇറാനു നേരെ ഭീഷണി മുഴക്കിയിരുന്നു. ലെബനനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഇറാൻ അവരുടെ പ്രോക്സികളെ ഉടനടി തടയണമെന്നും അല്ലാത്തപക്ഷം കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ശക്തമായി ഇറാനെ ആക്രമിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും അമേരിക്കൻ പ്രസിഡന്റ് ഭീഷണി മുഴക്കിയിരുന്നു. തന്റെ മുന്നിൽ വിവിധ ഓപ്ഷനുകൾ ലഭ്യമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. സമാധാനത്തിന് വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതൊരു ചരിത്രപരമായ കൂടിക്കാഴ്ചയാണെന്നും ഇസ്ലാമാബാദിന് പുറത്ത് ഇത്രയും ഉയർന്ന തലത്തിൽ ഇറാനിയൻ അമേരിക്കൻ നേതൃത്വങ്ങൾ ഇതിനു മുൻപ് കണ്ടുമുട്ടിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കാൻ പോകുന്നില്ലെങ്കിലും സാങ്കേതിക ചർച്ചകളുടെ തുടക്കമാണ് ഇന്ന് നടക്കുന്നതെന്ന് വാൻസ് പറയുന്നു. ചരിത്രത്തിലാദ്യമായി ഇരുവിഭാഗങ്ങൾക്കും ഒരുമിച്ചിരിക്കാനും ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താനും പ്രശ്നങ്ങൾ പരിഹരിച്ച് മികച്ചൊരു നാളേക്കായി പ്രവർത്തിക്കാനും ഇത് അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക ചർച്ചകൾക്കുള്ള ഘടന തയ്യാറാക്കുന്നതിനും തങ്ങളുടെ ടീമുകൾക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നതിനുമാണ് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വം ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് വാൻസ് വിശദീകരിച്ചു. ഏത് തടസ്സങ്ങളും മറികടക്കാൻ അവർക്ക് എപ്പോഴും തങ്ങളെ സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന് നന്ദി പറഞ്ഞ വാൻസ് ഇതിനകം തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചതായും ഒരുമിച്ച് ഇനിയും എത്രത്തോളം മുന്നേറാൻ കഴിയുമെന്ന് ഉറ്റുനോക്കുകയാണെന്നും വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ ബന്ധങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമോ അതോ പഴയ രീതിയിലേക്ക് തന്നെ മടങ്ങുമോ എന്നാണ് വാൻസ് ചോദിച്ചത്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ സൗഹൃദപരമല്ലാത്ത ബന്ധമുള്ളിടത്ത് അല്ലെങ്കിൽ ഇറാൻ പ്രാദേശിക അസ്ഥിരതയുടെ കാരണമായിരുന്നിടത്ത്
എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഭാവിയാണ് തങ്ങൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ പൂർണ്ണമായ വെടിനിർത്തലിന് ട്രംപ് പ്രതിജ്ഞാബദ്ധനാണെന്ന് വാൻസ് വ്യക്തമാക്കി. ഇത്തരം വെടിനിർത്തലുകൾ എപ്പോഴും അല്പം സങ്കീർണമാണെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുരോഗതി കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും പ്രതിരോധ സേനാ മേധാവി അസീം മുനീറിനെയും വാൻസ് പ്രശംസിച്ചു. തന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികളുണ്ടെന്നും അതിലൊരാൾ തന്റെ ഇന്ത്യക്കാരിയായ ഭാര്യയാണെന്നും രണ്ടാമത്തെയാൾ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ മുനീറാണെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മറ്റാരേക്കാളും കൂടുതൽ താൻ സംസാരിച്ചത് ഫീൽഡ് മാർഷൽ മുനീറിനോടാണെന്ന് വാൻസ് വെളിപ്പെടുത്തി. ദീർഘകാലാടിസ്ഥാനത്തിൽ ആണവായുധ മോഹങ്ങൾ ഉപേക്ഷിക്കാൻ ഇറാൻ തയ്യാറാണെങ്കിൽ അവരുമായുള്ള ബന്ധം മാറ്റാൻ അമേരിക്ക ഒരുക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിലെ ജനങ്ങളുമായുള്ള ബന്ധം മാറ്റുന്നതിനായി പുതിയൊരു അധ്യായം തുടങ്ങാനും സഹായഹസ്തം നീട്ടാനും പ്രസിഡന്റ് തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ ഇറാൻ പ്രതിനിധി സംഘങ്ങളുടെ ശ്രമങ്ങൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി നന്ദി പറഞ്ഞു. ഈ ചർച്ചകൾ മേഖലയുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല ലോകത്തിന്റെ സുരക്ഷയ്ക്കും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും എത്രത്തോളം പ്രധാനപ്പെട്ടതും ചരിത്രപരവുമാണെന്ന് എല്ലാവരും എടുത്തു കാണിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചർച്ചകൾക്ക് മുന്നോടിയായി ഷഹബാസ് ഷെരീഫ് അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികളുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അമേരിക്കൻ സംഘത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിച്ചപ്പോൾ ഇറാൻ പ്രതിനിധി സംഘത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ് ആണ് നയിച്ചത്. ഇരുവരുമായി ഷെരീഫ് ഹസ്തദാനം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസ് എക്സിൽ പങ്കുവച്ചു. വൈകുന്നേരം ചതുർരാഷ്ട്ര ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് വാൻസിന്റെയും ഖത്തർ പ്രധാനമന്ത്രി അൽത്താനിയുടെയും സാന്നിധ്യത്തിൽ ഷെരീഫ് മാധ്യമപ്രവർത്തകരെ കണ്ടു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും ഇറാൻ നേതാക്കളെയും അദ്ദേഹം പ്രശംസിച്ചു. തന്നോടൊപ്പം സ്വിറ്റ്സർലൻഡിലെത്തിയ പാകിസ്ഥാൻ സൈനിക മേധാവി മുനീറിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. വാഷിംഗ്ടണെയും ടെഹ്റാനെയും പ്രതിനിധീകരിക്കുന്ന സംഘങ്ങളുമായുള്ള കൂടിക്കാഴ്ചകളിൽ മുനീറും ഷെരീഫിനൊപ്പമുണ്ടായിരുന്നു. വരും കാലങ്ങളിൽ വളരെ ഫലപ്രദമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്ന മികച്ച ചർച്ചകൾ ഇവിടെ നടക്കുമെന്ന് താൻ കരുതുന്നു എന്ന് ഷെരീഫ് പറഞ്ഞു. ലോകമെമ്പാടും സമാധാനവും പുരോഗതിയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്ന മികച്ചൊരു രേഖയുമായി വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതി, അവർക്കുമേലുള്ള ഉപരോധങ്ങൾ, ലെബനനിലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള 60 ദിവസത്തെ ചർച്ചകൾക്കാണ് ധാരണാപത്രം തുടക്കം കുറിച്ചത്. ചർച്ചകളുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ വെള്ളിയാഴ്ച ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇസ്രയേലും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള പുതിയ വെടിവയ്പ്പുകളെ തുടർന്നാണ് ഇത് വൈകിയത്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിലെത്താനുള്ള രൂപരേഖയ്ക്ക് ഉന്നതതല സമിതി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് സാങ്കേതിക തലത്തിലുള്ള തുടർ ചർച്ചകൾ വേഗത്തിൽ ആരംഭിക്കുന്നതിന് അടിത്തറ പാകുമെന്നാണ് വിലയിരുത്തൽ. അന്തിമ കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ക്രിയാത്മകമായ അന്തരീക്ഷത്തിൽ തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കി. നയതന്ത്രത്തിലൂടെ സമാധാനപരമായ പരിഹാരം കാണാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും നിരന്തരമായ പ്രതിബദ്ധതയെ ഖത്തറും പാകിസ്ഥാനും അഭിനന്ദിച്ചു. നിലവിലെ ചർച്ചകൾക്ക് പിന്തുണ നൽകുന്ന മറ്റ് സൗഹൃദ രാജ്യങ്ങളുടെ സംഭാവനകളെയും അവർ പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. ലെബനൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥത വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. എണ്ണ, പെട്രോ കെമിക്കൽ കയറ്റുമതികൾക്കുള്ള ഇളവുകൾ, ഉപരോധം പിൻവലിക്കൽ, മരവിപ്പിച്ച ചില ആസ്തികൾ വിട്ടുനൽകൽ എന്നിവയ്ക്ക് പുറമെ ഇറാനായി വലിയൊരു പുനർനിർമ്മാണ വികസന പദ്ധതി ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ ലെബനനിൽ നടക്കുന്ന പോരാട്ടം അവസാനിപ്പിക്കാൻ രൂപീകരിച്ച കോൺഫ്ലിക്റ്റ് സംവിധാനമായിരിക്കും ഈ ധാരണകളുടെ ആദ്യത്തെ യഥാർത്ഥ പരീക്ഷണമെന്നും അരാഗ്ചി പറഞ്ഞു. ഇറാൻ യുദ്ധം അവസാനിപ്പിച്ച് സ്ഥിരമായൊരു കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള 60 ദിവസത്തെ നയതന്ത്ര പ്രക്രിയയ്ക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. എന്നാൽ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ തുടരുന്ന പോരാട്ടം ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതിനിടെ ഊർജ്ജ കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കുന്ന പേർഷ്യൻ ഗൾഫിന്റെ മുഖമായ ഹോർമുസ് കടലിടുക്ക് വാരാന്ത്യത്തിൽ വീണ്ടും അടച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ഈ ചർച്ചകളുടെ വിജയം നിർണായകം തന്നെയാകും. മലയാളി വാർത്ത, ഇൻസൈഡ്.